ഷിക്കാഗോയിലും ടൊറൻറ്റോയിലുമൊക്കെ സ്നോ തകർത്തു പെയ്തുവെങ്കിലും ന്യൂയോർക്ക് മേഖലയിൽ ഈ കഴിഞ്ഞ ദിവസമാണ് സ്നോ എത്തിയത്. ഇപ്പം ന്യൂയോർക്ക് നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളെല്ലാം മഞ്ഞ് മൂടിക്കിടക്കുന്ന നല്ല വെളുത്ത മനോഹരമായ നല്ല കാഴ്ച. പട്ടണത്തിൽ പിന്നെ അത്രയ്ക്കധികമില്ല, എപ്പോഴത്തെയും പോലെ തന്നെ. നേരെ മറിച്ച് ന്യൂയോർക്കിൻ്റെ വിദൂര ഭാഗങ്ങളിൽ ഈ നയാഗ്ര ആ ഭാഗത്തേക്ക് ബഫലോ, ആൽബനി ഇവിടെയൊക്കെ 14 അടിയും ഒക്കെ പിന്നെ സ്നോ പെയ്തു എന്നാണ് പറയുന്നത് പല സ്ഥലങ്ങളിലും. അപ്പം ഈ ന്യൂയോർക്ക് നഗരത്തോട് ചുറ്റി കിടക്കുന്ന സ്ഥലങ്ങളിലാണ് കുറച്ച് പിന്നെ കുറവുള്ളത്. എന്തായാലും ഈ സ്നോയെപ്പറ്റി പറഞ്ഞപ്പോൾ നാട്ടിലുള്ളൊരു സുഹൃത്ത് പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് നാട്ടിലിപ്പോൾ തണുപ്പാണ്, രാവിലെയൊക്കെ എണീക്കുമ്പോൾ ഭയങ്കര തണുപ്പ്. കാരണം ക്രിസ്മസ് കാലത്തൊരു തണുപ്പും കുളിരും ഒക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ വാട്സാപ്പിൽ വീഡിയോയിൽ കാണിച്ചു കൊടുത്തു നമ്മളിവിടെ കിടക്കുന്ന സ്നോ. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതാണ് സ്നോ എന്ന്. അപ്പോൾ നാട്ടിലുള്ളവരുടെ സങ്കല്പം മഞ്ഞ്, നമ്മുടെ MDയുടെ മഞ്ഞ്, ആ മഞ്ഞിനപ്പുറത്തേക്ക് പിന്നെ അവർക്ക് സ്നോയെപ്പറ്റി ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ സ്നോയിലൊക്കെയാണ് 2 അടി 3 അടി പിന്നെ ഒക്കെ ഉയരത്തിലുള്ള ആ സ്നോയിലൊക്കെയാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ നിസ്സാരരായ ആളുകളല്ല, ഇതിലൊക്കെ സർവൈവ് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതിന് ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ നേരിടാൻ നമുക്ക് കഴിയുന്നത്. പിന്നെ നാട്ടിലാണെങ്കിൽ നമുക്കെന്താ, ഒരു വെള്ളപ്പൊക്കം വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഈ മലയോരങ്ങളിൽ കുറച്ച് ഉരുൾപൊട്ടലുണ്ടാവും, പിന്നെ വല്ലപ്പോഴും ഇടിമിന്നലുണ്ടാവും. ഇതൊക്കെയായിരുന്നു നമ്മുടെ അത്യാഹിതങ്ങൾ. പക്ഷേ ആ വെള്ളപ്പൊക്കം വന്നതോടുകൂടി, ആ പ്രളയം വന്നതോടുകൂടി കേരളത്തിലെയും സ്ഥിതി മാറി. എന്തും സംഭവിക്കാവുന്നുള്ളൊരവസ്ഥ വന്നു. അപ്പം നമ്മൾ ഇവിടെ അമേരിക്കയിലൊക്കെ നമ്മൾ എപ്പോഴും ഏറ്റവും സൗകര്യമുള്ള സ്ഥലങ്ങളിൽ കൂടി പ്രകൃതി അത്ര ഗുണകരമല്ല. എപ്പോൾ വേണേലും പ്രകൃതി മാറിപ്പോകാം. ഇങ്ങനെ കടുത്ത സ്നോ വരാം. പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പാണ് സ്നോയിൽ ബഫലോയിലോ മറ്റോ ഒരാൾ പാല് വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് പോയതാണ്. പക്ഷേ തിരിച്ചു വന്നില്ല. ആ കടുത്ത സ്നോയിൽ തിരിച്ച് വീട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ പാല് വാങ്ങാൻ അത്ര ദൂരെയൊന്നുമല്ല പോകുന്നത്. അതുപോലെ തന്നെ പിന്നെ ഒരു സ്ത്രീ വീട്ടിലേക്ക് വിളിച്ചോ, സ്നോ കാരണം വണ്ടി മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ വണ്ടിയെ മര്യാദയ്ക്ക് ഇരുന്നോ എന്ന് പറഞ്ഞ് രാവിലെ ആയപ്പം പിന്നെ ആ സ്ത്രീയുടെ പിന്നെ ഡെഡ് ബോഡിയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ കഠിനമായ സ്ഥിതിഗതികൾ ഇവിടെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും. സ്നോ ആയിട്ടും അല്ലെങ്കിൽ കാറ്റായിട്ടും അതിഭയങ്കരമായ കാറ്റുകൾ. അപ്പോൾ അതൊന്നും നമ്മുടെ നാട്ടിലില്ല. നാട്ടിലൊക്കെ പൊതുവേ പിന്നെ ഒരു സമീകൃത കാലാവസ്ഥയാണ് എപ്പോഴും എന്നാണ് നമ്മൾ പിന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതികൂല കാലാവസ്ഥയിൽ 2 അടി സ്നോയിലും 3 അടി സ്നോയിലും ഒക്കെ സർവൈവ് ചെയ്യുന്നു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ അങ്ങനെ സർവൈവ് ചെയ്യുന്ന നമ്മൾ നിസ്സാരരായ ആളുകളുമായിട്ട് കണക്കാക്കേണ്ടതുമില്ല. അപ്പോൾ ഈ സ്നോയെ പറ്റി പറയുമ്പം പിന്നെ ചില കാര്യങ്ങൾ ഇന്നും ഒരു റിപ്പോർട്ട് വായിക്കുകയുണ്ടായി. പിന്നെ ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർ അതുപോലെ തന്നെ പിന്നെ സ്ട്രോക്ക് വന്നവർ, അവരൊന്നും ഈ സ്നോ മാറ്റാനായിട്ട്, ഡ്രൈവേയിലൊക്കെ സ്നോ മാറ്റാനായിട്ട് ഇറങ്ങിപ്പോകരുത്. അത് നല്ലതല്ല എന്നാണ് പറയുന്നത്. 45 വയസ്സ് കഴിഞ്ഞവർ ശ്രദ്ധിക്കണം. 65 കഴിഞ്ഞവർ പിന്നെ സ്നോ മാറ്റാൻ പോകാതിരിക്കുകയാണ് നല്ലതെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി ഇതൊക്കെ കഴിഞ്ഞവർ, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നവർ. പിന്നെ ഇനി അഥവാ ഇറങ്ങുകയാണെങ്കിൽ തന്നെ നല്ലതായിട്ട് കവർ ചെയ്യണമെന്ന് നമുക്കറിയാം. അതിന് പുറമേ ഈ തണുത്ത ശ്വാസം ഉള്ളിലേക്ക് അല്ലാതിരിക്കാൻ വേണ്ടി വായൊക്കെ കവർ ചെയ്യണം. വായും മൂക്കും ഒക്കെ കവർ ചെയ്ത് വേണം പുറത്തിറങ്ങാനെന്ന്. കാരണം ഈ വായും മൂക്കൊക്കെ ഈ തണുത്ത ശ്വാസം ഉള്ളിലേക്ക് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകളൊക്കെ അങ്ങ് പെട്ടെന്ന് പിന്നെ ചുരുങ്ങും. അപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതകൾ കൂടും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ ഷവല് ചെയ്യുമ്പോൾ നമ്മൾ ഈ ട്രെഡ്മില്ലിലൊക്കെ കയറി അതിവേഗം ട്രെഡ്മില്ലിൽ കാർഡിയോളജിസ്റ്റിന് വേണ്ടി ചിലരൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ആ രീതിയിലാണ് നമ്മുടെ പിന്നെ ഹൃദയം ഇടിക്കുന്നത്. അത്ര ശക്തിയായിട്ട് ഹൃദയം ഇടിക്കും. അപ്പോൾ അതാണ് ചിലപ്പോൾ അപകടത്തിലേക്ക് നയിക്കുന്നത്. അപ്പം പിന്നെ നെഞ്ചുവേദനയോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം തോന്നുകയാണെങ്കിൽ, ഇത്തിരി കഴിഞ്ഞതങ്ങ് തീരുകയാണെങ്കിൽ കൂടി 911 വിളിക്കുകയോ അല്ലെങ്കിൽ ഡോക്ടറെ കാണുകയോ ഒക്കെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊരു ഡേഞ്ചറസ് കാര്യമാണ് ഈ സ്നോയുമായിട്ടുള്ള മൽപ്പിടുത്തം. വണ്ടി ഓടിക്കുന്ന നമുക്കറിയാം, ഒരു വർഷം 10,000-6,000 പേരൊക്കെയാണ് ഈ സ്നോയിൽ പിന്നെ മരിക്കുന്നത്. നമുക്ക് പിന്നെ അങ്ങനെയുള്ള ദയനീയമായ കഥകൾ നമുക്കറിയാം. നമ്മുടെ ചെറിയ പിള്ളേർ പോലും അപകടത്തിൽ മരിക്കുന്ന ചില സംഭവങ്ങൾ, വളരെ ഹൃദയഭേദമായ ചില സംഭവങ്ങൾ നമ്മൾ പിന്നെ ഞാൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അടുത്തിടയ്ക്ക് നടന്നത് ഞാൻ പിന്നെ ഓർക്കുകയാണ്, നമ്മുടെ പിന്നെ സുഹൃത്തിൻ്റെയൊക്കെ മകൻ മരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്നോയിൽ നമ്മൾ വീട്ടിൽ ചിലപ്പം മിക്കവാറും നമ്മുടെ വീട്ടിൽ ഒരാളോ 2 പേരോ ഒക്കെ ആയിരിക്കുമല്ലോ ഉള്ളത്. ഇനി ആരുമില്ല, തന്നെ കഴിയുന്നവരുമുണ്ട്. അവർ ഈ ഗാർബേജ് വെക്കാനൊക്കെ പിന്നെ ഇറങ്ങിപ്പോകും. ചിലരൊക്കെ ഇറങ്ങിപ്പോയിട്ട് സ്നോയിൽ തെന്നി വീണിട്ട് അവിടെ കിടക്കും. കാരണം വീട്ടിലാരുമില്ല. പിന്നെ ഇയാൾ തിരിച്ചു വന്നതെന്ന് നോക്കാനായിട്ട് വീട്ടിലാരുമില്ല, ശ്രദ്ധിക്കുന്നില്ല. ഇനി വഴിയിൽ കൂടി ആരെങ്കിലും വരുമെന്ന് വിചാരിച്ചാൽ നമുക്കറിയാവില്ല ഇവിടെ ആരാ വഴി കൂടെ വരുന്നത്, അവിടെ കിടക്കും. അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
ഈ സ്നോയിൽ ഗാർബേജൊക്കെ വെക്കാൻ പോകുന്നവർ തെന്നി വീഴാനുള്ള സാധ്യത, തെന്നി വീണ് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സ്നോയിൽ ജീവിക്കുന്ന അത്ര സുഖമുള്ളൊരു കാര്യമല്ല. ഈ തണുപ്പ് മാത്രമല്ല, പിന്നെ സദാസമയം വീടിൻ്റെ അകത്ത് നമ്മൾ ഹീറ്റുമൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ ഹീറ്റിംഗ് ബില്ലും ഇതൊക്കെ കൂടുന്നു. പക്ഷേ അത് പിന്നെ ഹീറ്റിംഗ് ബില്ല് കൂടിയാലും ജീവന് കുഴപ്പമില്ല എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യം തന്നെ. ഈ പുറത്തുകൂടെ സഞ്ചരിക്കുന്ന ആളുകൾ രാത്രിയിലും ഒക്കെ ജോലി കഴിഞ്ഞൊക്കെ വരുന്നവരും ആ വരുന്ന സമയത്തായിരിക്കും കടുത്ത സ്നോ അല്ലെങ്കിൽ കടുത്ത മഴയും ഒക്കെ ആയിട്ട് റോഡ് ഐസായിട്ട് കിടക്കുന്നു. അപ്പോൾ ആ സമയത്ത് റോഡ് പിന്നെ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിലൂടെയൊക്കെയുള്ള യാത്ര പിന്നെ ഒക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം എന്ന് കരുതി ഇതിനെയെല്ലാം നമ്മൾ അതിജീവിക്കുന്നു. ഇവിടെയെല്ലാം നമ്മൾ സർവൈവ് ചെയ്യുന്നു. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ഇതിനെയൊക്കെ സർവൈവ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വ്യത്യസ്തരായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നാട്ടിലുള്ളവരൊക്കെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ തന്നെ അങ്ങ് അലിഞ്ഞു പോവും, അങ്ങ് അവരാകപ്പാടെ വേവലാതിപ്പെട്ടു പോവും. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള ദുരിതങ്ങളും ഒക്കെ കണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പം ഇതൊക്കെ നേരിടാനുള്ള ഒരു സർവൈവ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് കൂടുതലായിട്ട് സഹനശക്തിയും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തായാലും ഈ സീസണിൽ സ്നോ മാറ്റാൻ ഇറങ്ങുന്ന പ്രായമുള്ളവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഡോക്ടർമാരൊക്കെ പറയുന്നത് വെറുതെ ആവില്ലല്ലോ, വിദഗ്ധർ പറയുന്നത് നമ്മൾ അനുസരിക്കുക.